അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. നല്ലത് പറയാനും അറിയാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അത് നമുക്കെല്ലാം അല്ലാഹു നമ്മുടെ ഖൽബിൽ നിറച്ചു തരുമാറാവട്ടെ. ആ സ്നേഹം കൊണ്ടല്ലാതെ, ആ സ്നേഹമില്ലാതെ ഒരാൾക്കും പരലോകത്ത് വിജയിക്കാൻ കഴിയില്ല എന്ന തീർച്ചപ്പെടുത്തലിൽ നിന്നാണ് മഹാന്മാർ നമ്മെ നിരന്തരമായി ബോധ്യപ്പെടുത്തുന്നത്. അവിടുത്തെ സ്നേഹിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും അതിൻ്റെ വഴിയാലെ പിന്നാലെ പോകുകയും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യണമെന്ന്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഒരാൾക്ക് ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളത് ഇമാം ബൂസീരി റഹിമഹുല്ലയുടെ ബുർദത്തു ഷരീഫിന്റെ 1-ാം ഫസ്ല് പഠിക്കുന്ന ഓരോരുത്തർക്കും ബോധ്യമാവുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് മറച്ചു വെക്കാൻ കഴിയും. അള്ളാഹുവിന്റെ ഔലിയാക്കളെ എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല. എന്നാൽ ഒരാൾക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ മറച്ചു വെക്കാൻ സാധ്യമല്ല. അതിന്റെ അടയാളങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അതിന്റെ അടയാളങ്ങൾ, അതിന്റെ അലാമാത്തുകൾ ചുറ്റുവട്ടത്തുള്ളവർക്ക് കാണത്തക്ക വിധത്തിൽ ബോധ്യമായിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവരുടെ സ്നേഹം വെറും വാദത്തിൽ ഒതുങ്ങുന്നതും വർത്തമാനങ്ങളിൽ ഒതുക്കേണ്ടതുമായ കാര്യമായിരിക്കും. ചുരുക്കത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം മറച്ചുവെക്കാൻ ഒരാൾക്കും സാധ്യമല്ല. പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും, വന്നുകൊണ്ടിരിക്കും. ആ മുഹിബിന്റെ അടയാളങ്ങളാണ് കഴിഞ്ഞ കുറഞ്ഞ ക്ലാസുകളായി പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരാശയത്തെ മുൻനിർത്തിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അഥവാ ഇമാം യൂസുഫ് നബഹാനി റഹിമഹുല്ലയും മഹാനായ ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ല എല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യം. ഒന്ന്, തഅളീമുഹു വ തൗഖീറുഹു ഇൻദ ദിക്രിഹി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്ന സമയത്ത് ഏറെ ആദരവോടെ, ബഹുമാനത്തോടെ പറയണം. അത് അയാളുടെ മഹബത്ത് ഖൽബിൽ നിന്നാണ് വരുന്നതെങ്കിൽ വളരെ ആദരവോടെ മാത്രമേ തങ്ങളെ പറയാൻ കഴിയുകയുള്ളൂ. വ ഇൽഹാറുൽ ഖുശൂഇ വൽ ഇൻകിസാരി ഇൻദ സമാ ഇസ്മിഹി. അവിടുത്തെ പേര് പറയുന്ന സമയത്ത് തന്നെ ഭയഭക്തിയോടെ, വിനയപുരസ്സരം മാത്രമേ പറയാൻ പറ്റൂ. അഥവാ പറയുമ്പോഴും കേൾക്കുമ്പോഴെല്ലാം ആദരവോടെ, ബഹുമാനത്തോടെ ആവണം എന്ന് ചുരുക്കം. മഹാന്മാരിൽ പലരും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ കരയുമായിരുന്നു. ബോധം നഷ്ടപ്പെട്ടു പോകുന്ന മഹാന്മാര് വരെ നമുക്ക് ചരിത്രത്തിൽ കാണാം. വല്ലാത്ത ബഹുമാനം കൊണ്ടാണ് അവർക്ക് പല മാറ്റങ്ങളും അവരുടെ ഹൃദയത്തിന്റെ അകത്ത്, ശരീരത്തിൽ ഉണ്ടാവുന്നത്. മഹാനായി ഇബ്രാഹിമുൻ നജീബി റഹിമഹുല്ല പറയുന്നത്, യൂസുഫ് നബഹാനി റഹിമഹുല്ല ഉദ്ധരിക്കുന്നത് കാണാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബഹുമാനം എത്രത്തോളം ഉണ്ടാവണം. അവിടുത്തെ മൗലിദ് പാരായണം ചെയ്യുമ്പോൾ, അവിടുത്തെ മദ്ഹ് പാടുമ്പോൾ, അവിടുത്തെ കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോഴെല്ലാം തങ്ങളാകുന്ന നേതാവ് മുന്നിലിരിക്കുന്നത് പോലുള്ള ബഹുമാനമായിരിക്കണം. നമ്മുടെ സദസ്സിൽ തങ്ങൾ ഇരിക്കുന്നത് പോലുള്ള ആദരവായിരിക്കണം നമുക്കും ഉണ്ടാവേണ്ടത്. അതാണ് ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുന്നത്. മഹാനായ അയ്യൂബ് സഖ്തിയാനി റളിയല്ലാഹു അൻഹു ഹദീസ് ലോകത്തെ കുലപതിയാണ്. മഹാനവറുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങാനും അവിടുത്തെ സദസ്സിലോ അവർ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചോ പറയുകയാണെങ്കിൽ ദീർഘനേരം മഹാനവറുകൾ കരയുമായിരുന്നു. സദസ്സിലുള്ളവർ പറയുകയാണ്, ആ കരച്ചിൽ എവിടെ വരെ എത്തും? അവസാനം ഈ മഹാനോട് നമുക്ക് ഖേദമുണ്ടാവും. എന്തിനാണ് ഇത്രമാത്രം കരയുന്നത്? നമുക്ക് മഹാനെ പാവമായിട്ട് തോന്നും. അത്രയും തരത്തിൽ ദീർഘനേരം മഹാനവറുകൾ കരയുമായിരുന്നു. ഇതുപോലെ ഒരുപാട് മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർ ആദരവ് കൊണ്ട്, ബഹുമാനം കൊണ്ട് അവരുടെ ശരീരത്തിന്റെ നിറം മാറുകയാണ്. വഖാന ജഅഫർ ബിൻ മുഹമ്മദ് റഹിമഹുല്ലാ, മഹാനായ ഇമാം ജഅഫർ ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു നന്നായിട്ട് ചിരിക്കുകയും
കാര്യങ്ങളെല്ലാം തമാശ രൂപത്തിൽ പറയുകയും ചെയ്യുന്നയാളാണ്. പക്ഷേ ഫഇദാ ദുഖിറൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദഹു, മഹാനവറുകളുടെ അടുത്തുനിന്നെങ്ങാനും മുത്തുനബി തങ്ങളെ പരാമർശിച്ചാൽ ഇസ്ഫറ ലൗനുഹു, അവിടുത്തെ ശരീരത്തിന്റെ നിറമൊക്കെ മാറിപ്പോയി, യെല്ലോ കളറായി, ശരീരത്തിന്റെ കളറൊക്കെ മാറിപ്പോയി. എന്തുകൊണ്ടാണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നയാൾക്ക് ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ. ഇതുപോലെ വഖാന അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം റഹിമഹുല്ലാഹ്, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം എന്ന് പറയുന്ന മഹാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ സദസ്സിൽ വെച്ച് ആരെങ്കിലും പറഞ്ഞാൽ യുൻളറു ഇലാ ലൗനിഹി കഅന്നഹു ഖദ് നസിഫ മിൻഹു ദം, രക്തം ശരീരത്തിൽ നിന്ന് വാർന്നൊഴുകുന്നത് പോലെ മഹാനവറുകളുടെ ശരീരം തമ്മിൽ കൂടുകയാണ്, വിറക്കും. ശരീരത്തുനിന്ന് രക്തം ഒഴുകുന്നത് പോലെ ശരീരം പല കോലത്തിലേക്കും മാറുകയാണ്. വഖദ് ജഫ്ഫ ലിസാനുഹു, അവിടുത്തെ നാവ് ഇടറിപ്പോകുന്നു, പിന്നെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കുറേ മണിക്കൂറുകളേക്ക്. എന്തിന്? ഹൈബത്തൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനോടുള്ള ആദരവ്, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം. അതാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യം. സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ പല സ്വഹാബിമാരും പല താബിഈങ്ങളും തങ്ങളുടെ പേര് നേരെ പറയുകയില്ല, ബഹുമാനം കൊണ്ട്. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന പ്രശസ്തനായ സ്വഹാബി വര്യർ, ഇദാ ദുഖിറ ഇൻദഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാമർശിച്ചാൽ ബക്ക, ദീർഘനേരം കരയും. ഹത്താ ലാ യബ്ഖാ ഫീ ഐനൈഹി ദുമൂഉൻ, അവിടുത്തെ രണ്ട് കണ്ണിലെ കണ്ണുനീര് വറ്റുന്നത് വരെ കരയും. അമിൻ തദക്കുരി ജീറാനിൻ ബിദീ സലമി മസജ്ത ജംഅൻ ജറാമി മുഖ്ലത്തിൻ ബിദമി എന്ന വരികളൊക്കെ പറഞ്ഞതുപോലെ കണ്ണീര് തീർന്ന് അവസാനം കണ്ണീരിനോടൊപ്പം വരാനുള്ളത് രക്തമാണ്. രക്തത്തോട് ചേർന്ന കണ്ണീരുകളാണ് പ്രവാചക പ്രേമികളുടെ കണ്ണിൽ നിന്ന് ബാഷ്പകണങ്ങളായി ഒഴുകിയത്. നമ്മൾ ഏതെങ്കിലും ഒരു രാത്രി, ഏതെങ്കിലും ഒരു പകല് റസൂലുള്ളാഹിന്റെ ജീവിതം ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഷ്ടപ്പാടുകൾ ഓർത്തുകൊണ്ട്, ത്വാഇഫ് ഓർത്തുകൊണ്ട്, ശഅബ് അബീ ത്വാലിബ് ഓർത്തുകൊണ്ട് നമ്മൾ കരയാറുണ്ടോ? ഇല്ല. ഇമാം ഖാളി ഇയാദ് റഹിമഹുല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ദീർഘമായ ചർച്ച അവിടുത്തെ അശ്ശിഫയിൽ കൊണ്ടുവരുന്നുണ്ട്. ബോധം നഷ്ടപ്പെടുന്ന മഹാന്മാർ, കരയുന്ന മഹാന്മാർ, ശരീരത്തിന്റെ നിറം മങ്ങിപ്പോകുന്നു, നിറം മാറുന്നു. ഇതൊന്നും നമുക്കില്ലെങ്കിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോൾ, അവിടുത്തെ സദസ്സിൽ ഇരിക്കുമ്പോൾ, അവിടുത്തെ മദഹ് കേൾക്കുമ്പോൾ അതൊരാദരവോടെയാവണം, കിടന്നുകൊണ്ടല്ല. അതിനൊരാദരവുണ്ടാവണം, വലിയ ബഹുമാനം ഉണ്ടാവണം. ആദരവാണ്, അഥവാണ് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതാണ് ഓൾ ആൻഡ് ഓൾ. ഇന്ന തസവുഫ കുല്ലഹു, അതാണ് അവിടുത്തെ പ്രസക്തമായൊരു വാക്ക്. ആത്മീയത എന്ന് പറയുന്നതിന്റെ ഓൾ ആൻഡ് ഓൾ കുല്ലഹു ലഹുവൽ അദബ്. അതിക്കിയ പറഞ്ഞതുപോലെ അദബാണ്. മാതാപിതാക്കളെ, മഹാന്മാരെ, ഔലിയാക്കളെ, അമ്പിയാക്കളെ, കഅബയെ, മുസഹഫിനെ അങ്ങനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പറഞ്ഞ എല്ലാത്തിനെയും, എല്ലാവരോടും നമുക്ക് അദബുണ്ടാവണം. അദബില്ലെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ എന്ത് ഇൽമ്, എന്ത് തഖ്വ, എന്ത് ഇബാദത്ത്, എന്ത് പ്രഭാഷണം, എന്ത് മദ്ഹ് ഗാനം, എന്ത് എഴുത്ത്, എന്ത് വായന, എന്ത് വര, എന്ത് രചന, എന്തുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. അദബ്, അദബാണ് ജീവിതത്തിൽ വേണ്ടത്. ജീലാനി തങ്ങൾ ഇത്ര വലിയ ഉന്നതിയിലേക്ക് എത്തിയത് അവിടുത്തെ മാതാപിതാക്കളോട്, ഉസ്താദുമാരോടുള്ള അദബാണ്. ലോകത്ത് ആരെല്ലാം മഹാനായിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ പിന്നിൽ ഒരു അദബിന്റെ ചരിത്രമുണ്ടാവും. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റേത്, ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ റസാലി റളിയല്ലാഹു അൻഹുവിന്റേത്, ഇങ്ങനെ ലോകപ്രശസ്ത ഇമാമിങ്ങൾ മുഴുവനും അത്യുന്നത ലോകത്തേക്ക് എത്തിയത് അവരുടെ മാതാപിതാക്കളോട്, ഗുരുവര്യരോട് കാണിച്ച അദബുകളാണ്. വഴിയെ അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ചർച്ച ചെയ്യണം. മഹാന്മാരെ, ഔലിയാക്കളെ, മുസ്ഹഫിനെ അങ്ങനെ ആദരിക്കേണ്ടതിനെല്ലാം നമ്മൾ ആദരിക്കണം. ഒന്നാമതായി ആദരിക്കേണ്ടത് മുത്തുനബിയെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ബഹുമാനത്തോടെ പറയണം. മുത്തുനബി തങ്ങളെ വുളു ഇല്ലാതെ പറയില്ല എന്ന് തീരുമാനിച്ച എത്ര മഹാന്മാരുണ്ട്. അതിനർത്ഥം പറയാതിരിക്കലല്ല, മറിച്ച് എപ്പോഴും അവർക്ക് വുളു ഉണ്ടാവും. ഇനി എന്നെങ്കിലും വുളു മുറിഞ്ഞു പോയാൽ ആ സമയത്ത് തങ്ങളെ ഏറ്റവും ശുദ്ധിയുള്ള, ത്വാഹിറായ, പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ പറയുന്നില്ല. ചില മഹാന്മാർക്ക് മുത്തുനബി തങ്ങളെ പറയുമ്പോൾ കരച്ചിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തയാളല്ലേ,
ശുദ്ധിയില്ലാത്ത എൻ്റെ നാവ് കൊണ്ട് റസൂലുള്ളാഹിനെയാണോ പറയണത് എന്നോർത്തുകൊണ്ട് കരയുകയാണ്. നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോൾ ഹാഫിള് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ സൂചിപ്പിച്ചതുപോലെ ഖദ് ഹസിനഹുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ വേദനിപ്പിക്കലാണ് അവിടെ ഉണ്ടാവുന്നത്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ മനസ്സിന് നന്നായിട്ട് വേദനിക്കും, അവിടുത്തെ ഖൽബ് പിടയും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വളർത്തിയ ദീൻ, ത്വാഇഫിൽ നിന്ന് ഏറുകൊണ്ട് വളർത്തിയ ദീൻ, ശൈബ് അബീ ത്വാലിബിൽ നിന്ന് വിശപ്പ് സഹിച്ചിട്ട് വളർത്തിയ ദീൻ, ഈ ദീനല്ലേ ഇവര് പന്താടുന്നത്, കൊണ്ട് നടക്കുന്നത്. തെരുവോരങ്ങളിൽ മുഴുവനും ഇലക്ഷനിന്റെ ഭാഗമായി മുസ്ലിം സ്ത്രീകളുടെ ചിത്രങ്ങൾ ഇങ്ങനെ തെരുവുകളിൽ നിറയുകയാണ്. എത്രമാത്രം അവിടത്തേക്ക് വേദനയുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഖൽബിന് വേദന വരും. അങ്ങനെ മഹാന്മാർ ഓർത്തിട്ട് കരയുകയാണ്. അഫ്സഖുൽ ഫുസൂഖായ, ഏറ്റവും വലിയ തമ്മാടിയായ ഞാൻ, അത്ഖല്ലത്ഖിയായ, ഏറ്റവും വലിയ മുത്തഖിയായ നബിതങ്ങളെയല്ലേ പറയുന്നത് എന്നോർത്തുകൊണ്ട് അവരുടെ കണ്ണിൽ നിന്നിങ്ങനെ ഫമാലി ഐനൈക ഇൻ കുൽതഖ്ഫു ഫഹമത, കണ്ണീര് ഇങ്ങനെ ഒഴുകുകയാണ്. അവരുടെ കണ്ണിന് പിടിച്ചു വെക്കാൻ പറ്റാത്ത അത്രയും കണ്ണീരൊഴുകുകയാണ്. അങ്ങനെ വ്യത്യസ്ത തലങ്ങളാണ് മഹാന്മാരെ കരയിപ്പിച്ചത്. നമുക്ക് ചരിത്രങ്ങൾ പഠിക്കണം, അറിവുകൾ നേടണം. എന്നാലാണ് ഇത്തരത്തിൽ ഒരു തഖ്വ, ഒരു ഈമാൻ, ഒരു ഖുശൂ, ഒരു തദല്ലുൽ നമുക്കുണ്ടാവുന്നത്. റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആനിൽ അള്ളാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നേരെ അഭിസംബോധനയായിട്ട് ഒരു അഡ്രസ്സിംഗ് ആയിട്ട് തങ്ങളെ അവിടുത്തെ പേര് വിളിക്കുന്നില്ല. യാ മൂസ, യാ ഈസ എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നേരെ അള്ളാഹു വിളിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഈ ഉമ്മത്തിനെ അത് പഠിപ്പിച്ചു തരുകയാണ്. മാത്രമല്ല ലാ തജ്അലു ദുആ അർ-റസൂൽ, മുത്തനബി തങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ സാധാരണ തമ്മിൽ വിളിക്കുന്നത് പോലെ കദുആഇ ബഅദികും ബഅദാ, നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ വിളിക്കല്ലേ എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുകയും ചെയ്തു. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലേ അള്ളാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. സിദ്ദീഖുൽ അക്ബറെ, നീ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്, എന്റെ ഹൃദയത്തില് നിറയെ അള്ളാഹുവിനോടുള്ള പ്രേമായിപ്പോയി, ഏതെങ്കിലും ഒരു സൂചി കുത്താനുള്ള സ്പേസ് എന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ലത്തഖത്ത, ഞാൻ നിന്നെ ഖലീലാക്കുമായിരുന്നു. പക്ഷേ ഞാൻ അള്ളാഹുവായിട്ട് വളരെ ഇന്റിമേറ്റ് ആയിപ്പോയി, വളരെ അടുപ്പുള്ള ആളായിപ്പോയി, എന്റെ ഹൃദയത്തിൽ വേറെ ആരുമില്ല. അപ്പൊ അള്ളാഹുവായിട്ട് അത്രയും ഇഷ്ടമുള്ള ആളാണല്ലോ ഖലീലും ഹബീബുമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങളുടെ പേര് നേരെ അള്ളാഹു വിളിക്കുന്നില്ല. എന്താണ് അതിന്റെ ഒരു കാരണം? വിളിക്കുന്നത് മുഴുവൻ യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുസമ്മിൽ, അങ്ങനെ യാ അയ്യുഹൻ നബി. മുത്തുനബി തങ്ങളുടെ വിശേഷണങ്ങൾ, അവസ്ഥകൾ വെച്ചിട്ടാണ് തങ്ങൾ അള്ളാഹു വിളിക്കുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ, വസ്ത്രമെല്ലാം ധരിച്ച് അണിഞ്ഞൊരുങ്ങി തഹജ്ജുദിന് ഒരുങ്ങി നിൽക്കുന്ന മുത്തുനബിയെ. ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ. അത് അവിടുത്തെ വിശേഷണം. പാതിരാത്രി ദീർഘനേരത്തെ തഹജ്ജുദിന് ഒരുങ്ങി വസ്ത്രമെല്ലാം പുതപ്പ് പോലെ ധരിച്ചിരിക്കുന്ന മുത്തുനബിയെ കണ്ടോ. മുദ്ദസ്സിർ, മുസമ്മിൽ, സമാനമായ തഫ്സീറുകൾ കാണാം. അത് അവിടുത്തെ വിശേഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതേ സമയത്ത് തങ്ങളുടെ പേര് നേരെ വിളിക്കുന്ന ഒരു സന്ദർഭം പോലും ഖുർആനിൽ ഇല്ല. എന്താണ് നമുക്കത് പഠിപ്പിച്ചു തരുന്നത്? അള്ളാഹു എന്തിനാണ് ഇത്രമേൽ തഅദീം നബി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെയ്യണത്? ഈ ഉമ്മത്തിന് പഠിപ്പിക്കാനാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടവർ തമ്മിൽ പേര് വിളിക്കൂലേ? പേര് മാത്രമല്ല, ഷോർട്ട് നെയിം, ചിലപ്പം നിക് നെയിംസ് വരെ വിളിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടവർ തമ്മിൽ. പക്ഷെ അവിടെയൊന്നും തഅദീം ഉണ്ടാവില്ല. ഇപ്പൊ ചെങ്ക് ഫ്രണ്ട്സ്, ചെങ്ക് ഫാൻസ്, ചെങ്ക് ബ്രോ എന്നൊക്കെ പറയുന്ന കാലമല്ലേ, ഫാൻസ് അസോസിയേഷന്റെ കാലമല്ലേ. അവർക്ക് വേണ്ടി എന്തും ചെയ്യും. നമ്മുടെ ഇപ്പൊ അടുത്ത് മരണപ്പെട്ടു പോയ അർജന്റീനൻ ഫുട്ബോൾ താരം മറഡോണ വരുന്ന സമയത്ത് രാവിലെ 9:30 വരേണ്ട പരിപാടിക്ക് 10:30, 11:30, 12:00 വരെ ഗ്രൗണ്ടിൽ ആയിരങ്ങൾ കാത്തു നിന്നു. എന്തും വേണമെങ്കിൽ അവർ ചെയ്യും. പക്ഷെ തഅദീം ഉണ്ടാവില്ല, ബഹുമാനം ഉണ്ടാവില്ല. ബഹുമാനം ഇല്ലാത്ത സ്നേഹമാണ് ചങ്ക് ഫ്രണ്ട്സിന്റെയും ചങ്ക് ബ്രോന്റെ ഇടയിൽ ഉണ്ടാവുക. ബഹുമാനം ഉണ്ടാവില്ല. എന്ത് ബഹുമാനം? കളിക്കാരോടെന്ത് ബഹുമാനം? ആക്ടേഴ്സിനോടെന്ത് ബഹുമാനം? അതുപോലെ അല്ല, തഅദീമോടുകൂടിയാണ് സ്നേഹിക്കേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു അന്ധനായ സ്വഹാബിയാണ്.
സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ 10-ലധികം സ്വഹാബിമാർക്ക് കാഴ്ചയില്ലാത്ത മഹാന്മാരുണ്ട്. കാഴ്ച നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു കുറവല്ല. കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ട് ക്ഷമിച്ചു നിന്നവർക്ക് സ്വർഗം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു കുറവല്ലല്ലോ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് യഥാർത്ഥത്തിൽ കാഴ്ച മുഴുവനായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ഇശാഇന്റെ സമയത്തൊക്കെ പുറത്തിറങ്ങിയാല് നിലാവ് ഇല്ലാത്ത, ചന്ദ്രൻ ഉദിക്കാത്ത എന്ന് പറഞ്ഞാൽ വെളിച്ചൊന്നും ഇല്ലാത്ത രാത്രിയാണെങ്കിൽ ടോർച്ച് എടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഇരുട്ടുണ്ടല്ലോ, അത്രേ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ ഉണ്ടായിട്ടുള്ളൂ. ഫർത്തദ്ദ ബസീറ, കാഴ്ച തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് കിട്ടിയെന്ന്, മങ്ങിയ ലൈറ്റിൽ നിന്ന് പൂർണ്ണ ലൈറ്റിലേക്ക് എത്തിയെന്നാണ്. അല്ലാതെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഇല്ല. പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ നബിമാർക്ക് അങ്ങനത്തെ ചില പ്രയാസങ്ങളൊന്നും വരില്ല. ഏകദേശം നബിമാരുടെയും ചരിത്രങ്ങൾ പലപ്പോഴും കേൾക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് ഈ പുഴുക്കളൊക്കെ കയറുന്ന തരത്തിൽ രോഗം പിടിച്ചു. അതൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു നബിക്ക് ഉണ്ടാവുകയും ഇല്ല. അങ്ങനെ ഉണ്ടാവില്ല. അയ്യൂബ് നബിക്ക് ഇപ്പൊ കാര്യമായിട്ട് അയ്യൂബ് നബിന്റെ നബിയായിട്ട് അയക്കുക അള്ളാഹു. എന്നിട്ട് ആൾക്കാര് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ അടുത്തുനിന്ന് കൈയൊക്കെ പിടിച്ച് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരിക. വരുന്ന സമയത്ത് അയ്യൂബ് നബിയുടെ കൈക്ക് പുണ്ണ്, ശരീരത്തിൽ ദുർഗന്ധം, എന്നിട്ട് അവര് തിരിച്ചു പോകും. അങ്ങനെ ഉണ്ടാവും? ബുദ്ധിപരമായി ഒന്ന് ആലോചിച്ച് നോക്കൂ. കഥാപ്രസംഗങ്ങളിൽ വരുന്നത് പലപ്പോഴും ശരിയല്ല. വമാ ജാഅ അൻ അയ്യൂബ മിനൽ ഖിസ്സത്തിൽ മുനഫറ, അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ഇങ്ങനെ വെറുക്കപ്പെട്ട രോഗം ഉണ്ടായി എന്ന് പറയണൊക്കെ ഫബാത്തിലുൻ മർദൂദ്, ശുദ്ധ അസംബന്ധാണ്. അതൊക്കെ ഒരു നബിക്കും അങ്ങനെ ഉണ്ടാവില്ല. നമ്മളെ വിഷയം അതല്ല. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു മഹാനവർകൾ സദസ്സിലേക്ക് വരുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശി പ്രമുഖരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ പാവപ്പെട്ട സ്വഹാബിയാണ് ഒന്ന്, രണ്ടാമത്തത് അന്ധത ഉള്ള സ്വഹാബിയാണ്, കാഴ്ചയില്ലാത്ത സ്വഹാബിയാണ്. അപ്പൊ അവര് വരുമ്പോ ഇവര് എണീറ്റു പോകും. മുത്തുനബി തങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് താല്പര്യം ഇവരെല്ലാവരോടും സംസാരിച്ച് ഇവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത് ഇസ്ലാമിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരുത്താണ് പ്രധാന താല്പര്യം. അതുകൊണ്ട് തന്നെ വന്ന അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ വേണ്ട വിധത്തിൽ തങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തില്ല. കാരണം തങ്ങളെ ഇങ്ങോട്ടേക്ക് അള്ളാഹു അയച്ച എന്നെ എല്ലാവരും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനാണല്ലോ. പ്രധാന ഡ്യൂട്ടി ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ തങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ആയത്തിറക്കി, അബസ വതവല്ല അൻജാഅഹുൽ അഅമ. നബിയെ, അന്ധനായ ആ സ്വഹാബി വന്ന സമയത്ത് അബസ വതവല്ല, തങ്ങൾ അവരെ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പറയണത്. യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് അവിടെ അബസ്ത, തങ്ങൾ മുഖം ചുളിച്ചു, വതവല്ലൈത, തങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞു ആ സ്വഹാബിയെ തൊട്ട് എന്നാണ് പറയേണ്ടത്. ഒരു സന്ദർഭവശാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോടും നേരിട്ട് നീ എന്നെ അവിടുന്ന് മെയിൻ ചെയ്തില്ലല്ലോ, വലിയ സംഭവം ചെങ്കാണെന്നൊക്കെ പറയുന്നതല്ലാതെ അവിടുന്ന് കണ്ടിട്ട് നീ ആളൊന്നും മെയിൻ ചെയ്തില്ലല്ലോ എന്ന് അടുത്ത ആൾക്കാർ പറയും. പക്ഷേ എത്ര അടുത്താലും തഅലീമ് വിട്ട് കളിക്കരുത്. ഇത് ചില്ലറക്കാരനല്ല, ഇത് മുത്തുനബിയാണെന്ന് അള്ളാഹ് പഠിപ്പിച്ചു തരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യം പറയണമല്ലോ അള്ളാഹുവിന് പറയണം, പക്ഷെ തങ്ങളെ വേദനിപ്പിക്കാതെ പറയുന്നു. തങ്ങൾ മുഖം തിരിച്ചു, തങ്ങൾ മുഖം ചുളിച്ചു എന്ന് പറയാതെ ഒരു അന്ധനായ ഒരു മനുഷ്യൻ വന്ന സമയത്ത് തിരിഞ്ഞു കളഞ്ഞു, മുഖം ചുളിച്ചു, അങ്ങനെ പറയുന്നുള്ളൂ. അവിടെ തിരിഞ്ഞു കളഞ്ഞു അത്രേ പറയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ തങ്ങൾ മുഖം ചുളിച്ചു എന്ന് നേരെ എന്തിട്ടാ പറയാത്തത്? എന്തിട്ടാ? അത് തങ്ങൾക്ക് പ്രയാസവും. ഈ ആയത്തിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കിയേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിഷയം ഉണർത്തുന്ന സമയത്ത് അള്ളാഹു കാണിച്ചൊരു തഅലീം, നമ്മളെ പഠിപ്പിക്കാൻ ബഹുമാനം മാത്രമല്ല, ഈ ആയത്ത് ഇറങ്ങിയിട്ട് ഈ ആയത്ത് ഈ ഉമ്മത്തിന് ഓതിക്കൊടുത്ത ആളാരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേണമെങ്കിൽ തങ്ങൾക്ക് ആ ആയത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് മറച്ചു വെച്ചൂടെ, ഹൈഡ് ചെയ്തൂടെ? ആരോട് പറഞ്ഞു കൊടുക്കാതെ ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയതിന് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്നോട് ഈ വിഷയം ഉണർത്തിയിട്ടുണ്ട് പറഞ്ഞൂടായിരുന്നു? എല്ലാവരും ഈ ആയത്ത് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടല്ലേ ഖുർആനിലെത്തിയത്. അപ്പോൾ ഈ ആയത്ത് കാണുമ്പോൾ എല്ലാം റസൂലുള്ളാഹിന്റെ മദ്ഹാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. എന്തോ മദ്ഹ്? ലോകത്ത് തങ്ങളെ അള്ളാഹു നിശ്ചയിച്ചേക്കുന്നത് പ്രബോധനത്തിന് വേണ്ടിയാണ്, എല്ലാവരെയും നന്നാക്കാനാണ്. ആ നന്നാക്കുന്നതിൽ തന്റെ ജീവിതം മുഴുവനും ചെലവഴിച്ച ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സെക്കൻഡ് പോലും റെസ്റ്റ് ഇല്ലാതെ എല്ലാവരെയും നന്നാക്കാൻ ശ്രമിച്ചു. ഉറക്കില്ലാതെ ഊണില്ലാതെ പ്രയാസം സഹിച്ചുകൊണ്ട് പ്രബോധനത്തിന്റെ മേഖലയിൽ കർമ്മനിരതനായി ഉണ്ടായി. അങ്ങനെ
ഒരന്ധനായ സ്വഹാബി വരുന്ന സമയത്ത് സദസ്സിലുള്ളവർ കൂടി ഇസ്ലാമിലേക്ക് വരണമെന്ന തീവ്ര ചിന്തയുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങൾ ഇത്ര ദഅവത്തിന്റെ മനസ്സ് കാണിക്കുമ്പോ ആ പാവത്തിന് മെയിൻറ്റെയിൻ ചെയ്യൂ, തങ്ങൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കല്ലേ എന്ന് അള്ളാഹു ഉണർത്തിയ ആയത്തും നമുക്ക് പറഞ്ഞു. എന്നെ എന്തെങ്കിലും വിചാരിക്കുമെന്നല്ല തങ്ങൾ ചിന്തിക്കുന്നത്, അതും നമുക്ക് പറഞ്ഞു. തങ്ങളുടെ പ്രബോധനത്തിന്റെ വിഷയത്തിൽ കാണിച്ച കണിശതയും അവിടുത്തെ ശ്രദ്ധയും വല്ലാത്തത് തന്നെ നബിയെ എന്നാണ് അബസവത്തവല്ല അൻജാഅഹുൽ അഅമ എന്ന ആയത്ത് ഓതുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത്. ഞാൻ ഇതിനു വേണ്ടിയല്ല ഈ വിഷയം പറഞ്ഞത്, പക്ഷെ ഈ ആയത്ത് നമുക്ക് ഇതും കൂടി ഒരു തഹ്ഖീഖോടുകൂടി പഠിക്കണം എന്നതുകൊണ്ട് ഉണർത്തിയതാണ്. പിന്നെ എന്തിനാ പറഞ്ഞത്? അതേ സമയത്ത് ഖിബില മാറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആദ്യം ഖിബില ഉണ്ടായിരുന്നത് കഅബയാണ്. പിന്നെ മദീനത്തെത്തിയപ്പോൾ 16 മാസം ഒരഭിപ്രായത്തിൽ ബൈത്തുൽ മുഖദ്ദസാക്കി ഖിബില മാറ്റി. ആ സമയത്തെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം ഖിബില കഅബയിലേക്ക് തന്നെ മാറ്റണം എന്നാണ്. ആ ഖിബില കഅബയിലേക്ക് മാറ്റുന്ന സന്ദർഭം മസ്ജിദ് ഖിബലത്തൈൻ എന്ന പള്ളിയിൽ വെച്ചിട്ടാണല്ലോ മാറ്റുന്നത്. ആ മാറ്റുന്ന സന്ദർഭം ആദ്യം തങ്ങളോട് ഈ വിഷയം അള്ളാഹു പറയുന്നത് തന്നെ എങ്ങനെയാണെന്നറിയോ? ഫസ്റ്റ് പറയണത് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, തങ്ങൾ കഅബയിലേക്ക് ഖിബില മുഖം തിരിച്ചോളി എന്നല്ല. അങ്ങനെ പറയാൻ അള്ളാഹ് അറിയാം എന്നല്ല പറയണത്. ഫസ്റ്റ് പറയണത് നറാ തഖല്ലുബ വജ്ഹിക, തങ്ങൾ ഇടക്കിടെ നിസ്കാരം അല്ലാത്ത സന്ദർഭത്തിൽ ജിബ്രീൽ വരുന്നുണ്ടോ, ജിബ്രീൽ വരുന്നുണ്ടോ, ജിബ്രീൽ വരുന്നുണ്ടോ, കഅബയിലേക്ക് ഖിബില മാറ്റുന്നുണ്ടോ എന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നതും മുഖം ഇങ്ങനെ മുകളിലേക്കാക്കുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ടേ. അതെന്തിനാ ആദ്യം പറഞ്ഞത്? ഫസ്റ്റ് ഹബീബിനെ ഒന്ന് സമാധാനിപ്പിച്ചു. അടുത്തത് പറയണത് വേഗം ഖിബില കഅബയിലേക്ക് തിരിച്ചോന്നല്ല. അടുത്ത പറയണത് ഫലനുവല്ലിയന്നക ഖിബലതൻ തർലാഹ, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഖിബിലയിലേക്ക് തങ്ങൾ മുഖം തിരിച്ചോളി. ഇതേ അള്ളാഹുവിന്റെ നേരത്തെ തങ്ങൾ മുഖം തിരിച്ചു, തങ്ങൾ മുഖം ചുളിച്ചു എന്ന് പറയാൻ അറിയില്ലേ? അറബി അറിയില്ലേ? അറിയാം. പിന്നെന്താ പറയാത്തെ? റസൂലുള്ളാഹിനോട് പറയാണ്, വളരെ ആദരവോടെ പറയണം. ഖുർആന്റെ 2 ശൈലിയാ പറയണം. നേരത്തെ ഒരു അന്ധനായ സ്വഹാബി വന്ന സമയത്ത് തങ്ങളോട് പറയുമ്പോൾ തങ്ങൾ എന്തേ മുഖം തിരിച്ചത്, തങ്ങൾ എന്തേ മുഖം ചുളിച്ചത് എന്ന് പറയണില്ല. അതേ അള്ളാഹു തങ്ങൾക്കിഷ്ടപ്പെട്ട, തങ്ങൾ മുഖം തിരിക്കുന്ന, തങ്ങൾക്ക് കൽബിൽ ഇഷ്ടമുള്ള ആ ഭാഗത്തേക്ക് ഖിബില തിരിച്ചോളി, സംസാരിക്കുന്നത് റസൂലുള്ളാഹിനോടാണ് എന്ന് ഓർമ്മ വേണം. ഇതാണ് തഅ്ളീമ് അള്ളാഹ് കാണിച്ചെന്ന പാഠം. അള്ളാഹു നബി തങ്ങളെ ബഹുമാനിച്ചത്ര ബഹുമാനിച്ച ആരാ ലോകത്തുള്ളത്? ബഹുമാനം പഠിക്കണം. അള്ളാഹു തങ്ങളെ തഅ്ളീമ് ചെയ്ത അതുപോലെ ലോകത്ത് ആരും ബഹുമാനിച്ചിട്ടില്ലല്ലോ. അള്ളാഹു അല്ലേ നമുക്ക് ഇതൊക്കെ പഠിപ്പിച്ചെന്നത്. ഖദ് ഖറനസ്മഹു ബിസ്മിഹി വദക്കറഹു ബിദിക്രിഹി. നിബിതങ്ങളെ അള്ളാഹുവിനെ പറയുന്നിടത്തെല്ലാം നിബിതങ്ങളെ അള്ളാഹു സംവിധാനിച്ചു. ബാങ്ക് എന്തിനാ ശരിക്ക്? നിസ്കാരം പറയാൻ. എന്നിട്ട് നിസ്കാരം പറയുന്ന വാക്കേതാ? ഹയ്യാലൽ സ്വലാ ഹയ്യാലൽ ഫലാഹ്. അതിനു മുമ്പോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള വേണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ലേ? എങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള കൂടി വേണം. കണ്ടോ? ഖുതുബ, സ്വലാത്തില്ലാതെ ഖുതുബ സ്വീകരിക്കോ? ഇല്ല. നിസ്കാരം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയാതെ നിസ്കാരം സ്വീകരിക്കും. ശരിക്കും നിസ്കാരം എന്തിനാ? അള്ളാഹുവിന് ഇബാദത്ത് സമർപ്പിക്കുന്നു. അതിൽ എന്റെ ഹബീബിന് സലാം പറയാത്ത ഒരു നിസ്കാരം എനിക്ക് വേണ്ട. നിസ്കാരത്തിന്റെ തന്നെ ആ കിടപ്പ് നോക്ക്. ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ വിളിച്ചു എന്ന് വിചാരിക്കാം. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അയാൾ നടന്നു പോകണം, നിർബന്ധമായിട്ടും പോകണം. നിർബന്ധമായിട്ടും നിസ്കാരം അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കെ അയാൾ നിസ്കാരം മുറിക്കുകയോ അല്ലെങ്കിൽ നിസ്കാരത്തിൽ തന്നെയോ നിബിതങ്ങളുടെ അടുത്തേക്ക് പോക്ക് നിർബന്ധമാണ്. പോകാതിരുന്നാൽ തെറ്റാണ്, കുറ്റമാണ്. യഥാർത്ഥത്തിൽ നിസ്കാരത്തിൽ 2 അക്ഷരം ഉരുവിട്ട നിസ്കാരം ബാത്തിലാവും. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കേണ്ടിടത്ത് ബഹുമാനിക്കണം. അപ്പൊ ഈ ഇമാമിങ്ങൾ ചർച്ച ചെയ്തു. 2 അടി 3 അടിയൊക്കെ ചവിട്ടടി ഇങ്ങനെ നടക്കുമ്പോൾ തുടർച്ചയായ 3 അനക്കമായില്ലേ? അതെല്ലാം മസലയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് ആ മസല എത്ര നടന്നാലും 100 അടിയല്ല 1000 അടി നടന്നാലും എന്റെ നിസ്കാരം ബാത്തിലാവൂല. ഖിബിലന്റെ നേരെയല്ല, വേറെ ഓപ്പോസിറ്റ് ആണ് റസൂലുള്ളാഹി വിളിച്ചെങ്കിലോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമിങ്ങൾ മസല ചർച്ച ചെയ്തു. എന്നാലും പോണം, നിന്റെ മുഖം തിരിച്ചാൽ നിസ്കാരം ബാത്തിലാവില്ല. അങ്ങനെ നബി തങ്ങൾ വിളിക്കൂല, പക്ഷെ പറയാണ് മസല. ഈസാ നബി അലൈഹി സ്വലാം അവസാന കാലത്ത് ഇറങ്ങൂലേ? ഇറങ്ങും. അങ്ങനെ ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, അർജന്റ് ആവശ്യത്തിന് ഈസാ നബി അലൈഹി സ്വലാം വിളിച്ചാലോ പോകണം, നിർബന്ധമായിട്ടും പോകണം. നിസ്കാരം ബാത്തിലാവും. അപ്പൊ നബി തങ്ങളുടേത് അപ്പൊ പിന്നെ എല്ലാരെയും പോലെ നബി തങ്ങളാകാൻ പറ്റൂലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി വിളിച്ചു പോയാൽ നിസ്കാരം ബാത്തിലാവൂല.
അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബഹുമാനം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അള്ളാഹ് കാണിച്ചു തന്ന നിയമങ്ങളായത്. ഒരാൾ മരിച്ചാലും മയ്യത്ത് നിസ്കരിക്കുമല്ലോ. എന്തിനാ മയ്യത്ത് നിസ്കാരത്തിന്റെ പ്രധാന താല്പര്യം എന്താ? നമ്മുടെ നിസ്കാരം വർദ്ധിപ്പിക്കാനോ? അല്ല. പിന്നെ ആ മയ്യത്തിന് ശഫാഅത്ത് ചെയ്യുക, അതാണ് അതിന്റെ അടിസ്ഥാന ലക്ഷ്യം. എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യണത്? ഫസ്റ്റ് ഫാത്തിഹ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾ. എന്നാ പിന്നെ അടുത്തത് മയ്യത്തിന് ദ്വാരക്കാം? അല്ല, സ്വലാത്ത് നിർബന്ധമായിട്ടും ചെല്ലണം. എന്നിട്ട് മതി മയ്യത്തിന് ദ്വാരക്കല്. ലക്ഷ്യമൊക്കെ അടുക്കട്ടെ, എന്റെ ഹബീബിനെ പറഞ്ഞിട്ട് മതി മയ്യത്ത് നിസ്കാരം. കണ്ടോ, ഇതിന്റെയൊക്കെ ഓരോ കാര്യങ്ങളൊന്ന് ആലോചിച്ചു. ലോകത്ത് എത്ര വലിയ നേതാവായാൽ പോലും അവരെ പറഞ്ഞുകൊണ്ടിരിക്കുക, പരാമർശിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും ലോകത്തില്ല. വത്തിക്കാൻ സിറ്റിയുടെ മുന്നിലും ഉണ്ട് മുസ്ലിം പള്ളി. അവിടുന്നും റസൂലുള്ളാഹിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോപ്പിന്റെ നാട്ടിൽ നിന്ന് പോപ്പിനെ പറയണില്ല, എങ്കിലും നബി തങ്ങളുടെ പേരെപ്പോഴും പരാമർശിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ പേര് പറയാത്തത് എവിടെയാ ലോകത്തുള്ളത്? തങ്ങളുടെ പേര് എഴുതി വെക്കാത്ത എന്താ ഉള്ളത്? സ്വർഗത്തിന്റെ വാതിലിൽ, അർശിന്റെ തൂണുകളിൽ, ഹൂറുൽ കണ്ണുകളിൽ, ഇങ്ങനെ എല്ലായിടത്തും പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരണം എന്നത് അള്ളാഹുവിന്റെ ഒരു കണക്കാണ്. ആ കണക്കിനനുസരിച്ച് അള്ളാഹു സ്വർഗത്തുനിന്ന് പഴം പറിച്ചൊരു സംഭവമൊക്കെ അള്ളാഹുവിന്റെ ഖളാഇൽ നേരത്തെ ഉണ്ടായതുകൊണ്ട് ആദം നബി അലൈഹി സ്വലാം ആ പഴം പറിച്ചു നിന്നു. അതൊന്നും തെറ്റല്ല. തെറ്റൊക്കെ ഉണ്ടാവണത് ദുനിയാവില്. സ്വർഗത്തിൽ എന്ത് കറാഹത്ത്, ഖിലാഫുല്ലൗല, ഹറാമൊക്കെ അതൊക്കെ തീർന്നില്ല. ദുനിയാവിലാണ് അതൊക്കെ ഉണ്ടാവുക. അത് തക്ലീഫിന്റെ ലോകമല്ല. അങ്ങനെ സ്വർഗത്തുനിന്ന് പഴം പറിച്ച് ദുനിയാവിലേക്ക് എത്തിയപ്പോൾ അതൊരു തെറ്റായി പോയോ എന്ന് ആദം നബി അലൈഹി സ്വലാമിന് തോന്നുകയും അതിന്റെ പേരിൽ തൗബ ചെയ്യണമെന്ന ആദം നബിയുടെ താഴ്മയുടെ മനസ്സിൽ നിന്ന്, നിഷ്കളങ്കമായ ചിന്തയിൽ നിന്ന് വന്നപ്പോൾ ആദ്യം ആദം നബി അലൈഹി സ്വലാം ചെയ്തത് എന്താ? അല്ലാഹുമ്മഗ്ഫിർലി ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ മുത്തനബി തങ്ങളുടെ ബർക്കത്തുകൊണ്ട് എനിക്ക് തെറ്റ് പുറത്തു തരണേ. വതവസ്സല ബിഹി ആദം അലൈഹിസ്സലാം എന്ന് മങ്കൂസ് മൗലിദിലും മറ്റു മൗലിദുകളിലും നമ്മൾ ചൊല്ലണത് ഈ ഒരു ചരിത്ര സംഭവത്തെ സൂചിപ്പിച്ചിട്ടാണ്. അപ്പൊ അള്ളാഹു ചോദിച്ചു, കൈഫ അറഫ്തഹു, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? ഞാൻ നബി തങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. അപ്പൊ എന്താ പറഞ്ഞതറിയോ? ലമ്മ ഖലഖ്ത ബിയദിക, നിന്റെ ശക്തി കൊണ്ട് എന്നെ നീ സൃഷ്ടിച്ചപ്പോൾ നളർത്തു ഖിവാമൽ അർശ്, അർശിന്റെ തൂണുകളിലേക്ക് ഞാൻ നോക്കി. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതിയിട്ടുണ്ട്. അവരാ മനസ്സിലാക്കി നിന്റെ പേരിനോടൊപ്പം ചേർത്ത് വെക്കണ പേരാണെങ്കിൽ അപ്പൊ അത്രക്കും അഹബ്ബുൽ ഖൽഖിയിലേക്ക് ആയിരിക്കുമല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ട പേരായിരിക്കുമല്ലോ. ആ പേര് വെച്ച് ദ്വാരുന്നാൽ എനിക്ക് പുറത്തു തരും എന്നുറപ്പാണ്. ഓക്കെ, ആദം നബി അലൈഹി സ്വലാമിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് അല്ലാഹു. പുറത്തു തന്നു, എല്ലാം പുറത്തു. ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു. സ്വഹീഹായ ഇസ്നാദാണെന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഫാഉ സഖാവിൽ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നിടത്ത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചെന്ന ഒരു തഅദീം, അവിടുത്തെ പേര് പോലും നേരെ വിളിക്കാതെ, അവിടുത്തെ വേദനിപ്പിക്കുന്ന ഒന്നുപോലും ചെയ്യാതെ എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ ഹദീസ് ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ, അവിടുത്തെ മദ്ഹ് ഗാനം പാടുമ്പോൾ, പറയുമ്പോൾ, മൗലിദിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ എത്രമാത്രം അദബ് നമുക്കുണ്ടാവണം എന്നതിലേക്കാണ് ഒരു സൂചന നടത്തുന്നത്. നമുക്ക് അദബുണ്ട് യഥാർത്ഥത്തിൽ. തങ്ങളുടെ എല്ലാ പദവിയും നമുക്ക് പഠിപ്പിച്ചെന്ന് അള്ളാഹു അല്ലേ. അപ്പോൾ പറയുമ്പോൾ, വിളിക്കുമ്പോൾ അള്ളാഹു കാണിച്ച ഒരു തഅദീം നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഇത്രയൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം ഇന്ദ ദിക്രി ഇസ്മിഹി, അവിടുത്തെ പേര് പറയുമ്പോൾ ബഹുമാനം കാണിക്കണം. മഹാന്മാർക്ക് സാധാരണ രീതിയിൽ പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ ശരീരത്തിന്റെ നിറം മാറിപ്പോകും. അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് മഹബത്തിന്റെ തീജ്വാലയിൽ നിന്ന് വന്നതുകൊണ്ടാണ്. അവർക്ക് പെട്ടെന്ന് ഹൃദയം പൊട്ടിപ്പോവുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ. ഹമ്മാദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഹിജ്റ 179 വഫാത്തായ, ഹദീസിനേറെ ഖിദ്മത്തെടുത്ത മഹാനവറുകൾ ഹദീസ് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സിൽ പെട്ടെന്ന് ഒരാൾ വേറൊരാളോട് ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നത് ക്ലാസ് എടുക്കുന്ന ഹമ്മാദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു കേട്ടു. മഹാനവറുകൾ ആദ്യം പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയർത്തരുത് എന്നല്ലേ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചെന്നത്. എന്താടോ നീ അവിടുന്ന് ശബ്ദം ഉയർത്തുന്നത്? വഅന അഖൂലു, ഞാൻ ഇവിടുന്ന് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു എന്ന് ഞാൻ ഇവിടുന്ന് പറയാം. എന്നിട്ട് വാൻത തതകല്ലമു, നീ അവിടുന്ന് സംസാരിക്കുക. ഒരു ഹദീസിന്റെ ക്ലാസ്സിൽ നാം കാണിക്കേണ്ട ഒരു കണിശത, ഹെഡ്സെറ്റ് ഇങ്ങനെ ചെവിയിൽ കുത്തിക്കൊണ്ട് കിടന്നുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കുന്ന കാലം മുതഅല്ലിമീങ്ങളൊക്കെ നല്ല ജാഗ്രത കാണിക്കണം. അദബാണ് ഏറ്റവും പ്രധാനം.
അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം. ഇമാം ബൈഹഖി റഹിമഹുള്ളയുടെ ശുഅബുൽ ഈമാനിൽ ഈ ചരിത്രം കാണാം. മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ഇമാമു ദാരിൽ ഹിജറ, മദീനയിലെ നേതാവ്, ഹദീസ് ക്ലാസ് എടുക്കുമ്പോൾ വുളു ഇല്ലാതെ ക്ലാസ് എടുക്കൂല. താടിയും മുടിയും ചീകി സുഗന്ധം പൂശി നല്ല വിരിപ്പൊക്കെ വിരിച്ച് വളരെ സൗന്ദര്യത്തിലും ഗാംഭീര്യത്തിലും വളരെ തഅളീമോടുകൂടിയാണ് മഹാനവറുകൾ ക്ലാസ് എടുക്കുക. ഒരിക്കൽ ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരി അവിടുത്തെ സദസ്സിലേക്ക് വന്നിട്ട് ചോദിച്ചു, ഞാൻ ഇവിടെ നിങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കട്ടെ എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അപ്പൊ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആദ്യം വിലക്കി, ആയില്ല, വരാനായില്ല എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, വന്നോളി. സദസ്സിൽ കയറിയപ്പോ ഖലീഫയായ ഭരണാധികാരിയായ ഹാറൂൺ റഷീദ് ചോദിച്ചു, യാ അബാ അബ്ദില്ല, മാലിക് ഇമാമെ ഹബസ്തനാ ബി ബാബിക, നിങ്ങളെന്താ നിങ്ങളുടെ ഡോറിന്റെ അടുത്ത് എന്നെ പിടിച്ചു വെച്ചത്? ആദ്യം വിലക്കി പിന്നെ കയറ്റാനുള്ള കാരണം എന്താ? മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞു കേട്ടോ, വല്ലാഹി യാ അമീറൽ മുഅ്മിനീൻ, ഖലീഫയായ ഹാറൂൺ റഷീദിനെ വിളിച്ചിട്ട് പറയാ, അള്ളാഹുവിനെ തന്നെ സത്യം, ഞാൻ നിങ്ങളോട് വേറെ എന്തെങ്കിലും വിദ്വേഷം കൊണ്ട് നിങ്ങൾ അവിടെ കുറച്ചു നേരം നിൽക്കണം എന്ന് പറഞ്ഞതല്ല. പിന്നെ മാദിത്തു അലാ അൻ തവല്ലഅതു, ഞാൻ വുളു ഇല്ലാതെ ഒരിക്കലും ക്ലാസ് എടുക്കാറില്ല, ഹദീസിന്റെ ക്ലാസ്. ലിഅന്നി അലിംതു അന്നക ലാ തഅതി ഇല്ലാ ലിഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വന്നത് എൻ്റെ അടുത്തുനിന്ന് ഹദീസ് കേൾക്കാനാണെന്ന് എനിക്കറിയാം. ആ സമയത്താണെങ്കിൽ എനിക്ക് വുളു ഇല്ലായിരുന്നു. ഞാൻ വേഗം വുളു എടുത്ത് പോയി ഒരുങ്ങി എന്നിട്ട് നിങ്ങളോട് വന്നോളി, ഹദീസ് കേൾക്കാം എന്ന് പറഞ്ഞതാണ് സയ്യിദുനാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. എന്തൊരു ആദരവ്! ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇപ്പോഴത്തെ മുത്തഅല്ലിമീങ്ങൾ പലപ്പോഴും, എല്ലാവരുമല്ല, ഇതൊന്നും ശ്രദ്ധിക്കണില്ല എന്ന് തോന്നാറുണ്ട്. കുറെ ഇൽമ കിട്ടലൊന്നുമല്ലല്ലോ കാര്യം. അങ്ങനെയാണെങ്കിൽ ഗൂഗിൾ ഉസ്താദിന്റെ അടുത്ത് ദർസ് പഠിച്ചാൽ മതി. ഗൂഗിൾ ഉസ്താദ് ആലിമുല്ല അല്ലാമയാണ്, എല്ലാം അറിയാം ഗൂഗിൾ ഉസ്താദിന്. ഗൂഗിൾ ഉസ്താദിന് അറിയാത്ത വിവരമില്ല. ആ വിവരം കൊണ്ട് എന്ത് കാര്യം? നല്ല അതവുണ്ടാവണം. ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് വുളുവോടെ ക്ലാസ് കേട്ടോക്ക്, അള്ളാഹ് തരൂ, ഇങ്ങനെ ഇൽമു ഫൈളാനായിട്ട് ഇങ്ങനെ ഒഴുക്കി തരും, ഉറപ്പാ. ഖാളി ഇയാദ് റഹിമഹുള്ളയുടെ അശിഫയിൽ മാലിക് ഇമാമിന്റെ സംഭവം കാണാം. നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ, അവിടുത്തെ മദ്ഹ് പറയുമ്പോൾ ഒക്കെ ആ സദസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ വലിയ ബഹുമാനം ഉണ്ടാണ്. ഹനഫി മദ്ഹബിന്റെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, പല മജ്ലിസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വന്നിരുന്നു. അത്തരം മജ്ലിസുകളിൽ നമ്മുടെ മജ്ലിസിനെ റസൂലുള്ളാഹിക്ക് കാണിച്ച് നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ഇമാമിങ്ങളുടെ കിതാബ് നബി തങ്ങൾ ആശീർവാദത്തോടെ സ്വീകരിച്ചില്ലേ? അവിടുത്തെ ഇമാമിങ്ങളുടെ മജ്ലിസ് തങ്ങൾ നോക്കിക്കണ്ടില്ലേ? എത്ര ഇമാമിങ്ങളുടെ മജ്ലിസുകളിൽ നിങ്ങൾ പോയി ആ മജ്ലിസിൽ പങ്കെടുക്കൂ, അബൂ സഈദ് എന്ന് പറയുന്ന മഹാന്റെ മജ്ലിസിൽ പങ്കെടുക്കണം എന്ന് എത്ര ഇമാമിങ്ങളോട് സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര എത്ര സംഭവങ്ങൾ അതിൽ നമുക്ക് കാണാം കിതാബുകളിൽ. പ്രധാനമായിട്ടും വേണ്ടത് അദബ് കേടുണ്ടാവരുത്. ടോട്ടൽ അദബിന്റെ വിഷയം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അദബ് കേട് ഒരു നിലയിലും ഹദീസിനോടോ സദസ്സിനോടോ ഉണ്ടാവരുത്. ഒരു ഹദീസിലുണ്ട്, ഇദസ്തൈഖദ അഹദുക്കും, നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ഫലാ യഗ്മിസ് യദഹു, നിങ്ങളുടെ കൈ നേരെ പോയിട്ട് വെള്ളത്തിൽ മുക്കരുത്. കാരണം ഫഇന്നഹു ലാ യദ്രി ഐന ബാതത് യദഹു, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. നിന്റെ കൈ എവിടെയാണ് രാത്രി പോയിട്ടുണ്ടാവുക എന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് കൈ ചിലപ്പോൾ നജസിലേക്കോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വൃത്തികെട്ട കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് നിന്റെ കൈ നേരെ പോയിട്ട് ബക്കറ്റിലുള്ള അല്ലെങ്കിൽ പാത്രത്തിലുള്ള വെള്ളത്തിൽ പോയി കൈ മുക്കരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ഹദീസ് കേട്ട ഒരാള്, അദ്ദേഹം ഒരു പുത്തൻവാദിയാണ്. അദ്ദേഹം പറഞ്ഞു, അയിന എതിരി ബാത്തത്തുന്നോ പൈനഹു ലായതിരി അയിന ബാത്തത്ത് യദഹൂന്നോ, കൈ എവിടെ പോയിന് നമുക്ക് അറിയില്ലാന്നോ? നമുക്കറിയാം. അയാൾ പറയാം, അനാതിരി, എനിക്കറിയാം. അയിന ബാത്തത് യതി, എന്റെ കൈ എവിടെ രാത്രി പോയിന്ന് എനിക്കറിയാം. ബാത്തത്ത് ഫിൽ ഫിറാഷ്, എന്റെ കൈ എപ്പോഴും വിരിപ്പിൽ തന്നെ ഉണ്ട് എന്ന് ആ ഹദീസിനെ കളിയാക്കിയിട്ട് അയാൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ഗുണകാംക്ഷയോടെയാണ് നമുക്കത് പറഞ്ഞത്. അയാൾ അത് മറിച്ചു വായിച്ച് അതിന് വേറൊരു അർത്ഥം കൽപ്പിച്ച് കളിയാക്കിയിട്ട് സംസാരിച്ച അന്ന് രാത്രി കിടന്നുറങ്ങി. ഫഅസ്ബഹ, അയാൾ നേരം വെളുക്കുമ്പോഴേക്ക് വഖദ് അദ്ഖല യദഹു ഫീ ദുബരിഹി ഇലാ ദിറാഇഹി, അയാളുടെ കൈ മുഴുവൻ അയാളുടെ പിന്ദ്വാരത്തിൽ അങ്ങോട്ട് കയറ്റിയിട്ടാണ്. ഒരു സാധ്യത പോലും ലോകത്തില്ലല്ലോ ഒരാളുടെ പിന്ദ്വാരത്തിലൂടെ അങ്ങോട്ട് കൈ അങ്ങോട്ട് കയറുമോ? ഒരു സാധ്യതയുമില്ല. ഉണർവിൽ തന്നെ
എന്നിട്ട് പോലും അയാൾ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴേക്ക് അയാളുടെ കൈ ആ ഭാഗത്തിലൂടെ കയറിയിരുന്നു. അദബുകേട് കൊണ്ട് സംഭവിച്ചതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇമാം നവവി റഹിമഹുള്ളയുടെ ബുസ്താനുൽ ആരിഫീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം, ഈ ട്രോളന്മാരുടെ കാലമായിപ്പോ. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ആരെയും ട്രോളരുത്. ചില സ്റ്റിക്കറുകൾ ഉണ്ടാവും, ചില വീഡിയോസുകൾ ഉണ്ടാവും. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഈമാനുള്ളവരുടെ ഹൃദയത്തിൽ നല്ല പേടി വേണം. ഒരാളെയും വേദനിപ്പിക്കുന്ന ഒന്നും നമുക്കുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഹദീസ് മസ്അലയൊക്കെ പറയുമ്പോൾ കളിയാക്കരുത്. ഞാൻ സ്ത്രീകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചുരങ്ങന്റെ മഹത്വം പറഞ്ഞു, ചുരങ്ങയുടെ. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. ആ ക്ലാസ് കഴിഞ്ഞ പിന്നെ എനിക്ക് എല്ലാ വീട്ടുകാരും ചുരക്കയാണ് ഭക്ഷണത്തിന് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പിന്നെ ക്ലാസ്സിൽ പറഞ്ഞു, എനിക്കിഷ്ടമെന്നല്ല, റസൂലുള്ളാഹിക്ക് ഇഷ്ടം എന്നാ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങളത് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ ഓഡിയോ ഇങ്ങനെ ഓടുന്ന കാണുമ്പോൾ വല്ലാത്ത വേദന ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഖൽബ് ഏറെ പേടിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചുരക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ മജ്ലിസിൽ ഒരാൾ പറയാണ് എനിക്കിഷ്ടമല്ല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ അയാളുടെ തല വെട്ടിക്കളയണമെന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം ചുരക്ക് ഒരാൾ ഇഷ്ടപ്പെടൽ നിർബന്ധമൊന്നുമല്ല, പക്ഷേ അയാൾ അവിടെ പറഞ്ഞത് അദബുകേടാണ്. കണ്ടോ ഇസ്ലാമിന്റെ ഒരു തീരുമാനം. ഇതുപോലെ എത്ര സംഭവങ്ങൾ. മലക്കുകൾ ഇൽമു പഠിക്കുന്നവർക്ക് ചിറക് താഴ്ത്തിത്തരും എന്ന് ഹദീസ് പഠിച്ചപ്പോ ഒരാൾ പറഞ്ഞു, തമാശ രൂപത്തിൽ അയാൾ പറഞ്ഞു, ട്രോളിയിട്ട് പറഞ്ഞു, മുതലിമികളെ മെല്ലെ നടക്കൂ, ചിലപ്പോ മലക്കുകളുടെ ചിറക് ചവിട്ടിയിട്ട് പൊട്ടിപ്പോണ്ട. അയാൾ ആ പറഞ്ഞ വാക്ക് അയാളുടെ അധരങ്ങളിൽ നിന്ന് വീണിട്ടേ ഉള്ളൂ. പിന്നെ അയാൾക്ക് നടക്കാൻ കഴിയുന്നില്ല അങ്ങോട്ട്. പിന്നെ കാലിനൊക്കെ നീര് കെട്ടി, കാല് പിന്നെ അനക്കാൻ പറ്റണില്ല. അയാൾ ഭൂമിയിൽ നിന്ന് അങ്ങ് വീണുപോയി. മിർഖാത്തുൽ മഫാത്തിഹിൽ സംഭവം കാണാം. ഒരു നിലക്കും അദബുകേട് ഹദീസിനോടോ ഇൽമിനോടോ ഉണ്ടാവാൻ പാടില്ല. മഹാന്മാരെ കളിയാക്കിയാൽ എത്രമാത്രം അബദ്ധം സംഭവിക്കും. ബസറയിൽ ഹിജ്റ 665 സംഭവിച്ച ഒരു ചരിത്രം ഇതിന് തുടർന്നുകൊണ്ട് നബവി ഇമാം റഹിമഹുല്ലാ എന്നെ ബുസ്താനുൽ ആരിഫീൽ കൊണ്ടുവരുന്നുണ്ട്. എന്താണ് സംഭവം? അദ്ദേഹം ഖൈറിന്റെ അഹ്ലുകാരെ കുറിച്ച് മോശമായി ചിന്തിക്കുന്ന ആളാണ്. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കൂടിയ ആ ഉസ്താമാരൊക്കെ കുറച്ച് പൈസന്റെ ടീമാട്ടോ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വെറുതെ ഈമാൻ തെറ്റിക്കണ്ട. ആലിമീങ്ങള് ചിലപ്പോൾ നമ്മുടെ സഹഭാരവാഹികളായിരിക്കും, അവര് നമ്മുടെ റൂംമേറ്റ്സുകാരായിരിക്കും, ജോലിക്കാരായിരിക്കും. നന്നായിട്ട് ആലിമീങ്ങളോട് ബന്ധമുള്ളവർക്ക് പലപ്പോഴും അദബുകേട് സംഭവിക്കുന്നത്. ഭയങ്കര അപകടമാണ്, ഭയങ്കര പ്രശ്നമാണ്. ഗൾഫിൽ നിന്നൊക്കെ എന്റെ റൂമിലാണ് അവര് താമസിക്കുക ഇവര് താമസിക്കുക എന്നൊക്കെ ഉസ്താമാരുടെ പേര് അദബില്ലാതെ അങ്ങോട്ട് പറയുന്നതാണ്. സൂക്ഷിക്കണം, പേടിക്കണം. ആലിമീങ്ങൾ തന്നെ അവർക്ക് അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു പോയാൽ തന്നെ അവരുടെ ഹൃദയത്തിലുള്ള നൂറ് കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തും. പേടിക്കണം, നന്നായി പേടിക്കണം. ഈ മനുഷ്യൻ ഖൈറിന്റെ അഹ്ലുകാരെ കുറിച്ച് മോശമായി ചിന്തിക്കുന്ന ആളാണ്, തെറ്റിദ്ധരിക്കുന്ന ആളാണ്. വബനഹു, അദ്ദേഹത്തിന്റെ മകനാണെങ്കിൽ ഈ അഴ്ത്തക്കിതും അവരെ കുറിച്ച് നല്ല വിശ്വാസത്തോടെ നടക്കുന്ന ആളാണ്. അങ്ങനെ ഈ മോനെ സ്വാലിഹായ ഒരു മഹാന്റെ അടുത്തുനിന്ന് വരുമ്പോ ബറക്കത്തിന് വേണ്ടി ഒരു മിസ്വാക്ക് കരുതിയിരുന്നു, ഒരു ചെറിയ മിസ്വാക്ക് കരുതിയിരുന്നു. വീട്ടിലെത്തിയപ്പോ ഈ വാപ്പ ചോദിച്ചു, എന്തോടാ നിന്റെ കയ്യിൽ? അഴ്ത്താക്ക ഷെയ്ഖക്ക ഹാദൽ മിസ്വാക്ക്, ഈ മിസ്വാക്കാണോ നിന്റെ ഷെയ്ഖ് കാര്യമായിട്ട് നിന്റെ കയ്യിലേക്ക് തന്നത് എന്നിട്ട് കളിയാക്കി ചോദിച്ചു. മുസ്തഹസിയൻ കളിയാക്കിയിട്ട്. എന്നിട്ട് അദ്ദേഹം ആ മിസ്വാക്ക് എന്താ ചെയ്തതെന്ന് അറിയും? അദ്ദേഹത്തിന്റെ പിന്തുവാരത്തിന്റെ അടുത്തേക്ക് പോയിട്ട് പ്രവേശിപ്പിച്ചിട്ട് പറഞ്ഞ് ഇതിന്റെ അതിൽ മിസ്വാക്കിന് ഒരു വിലയും ഇല്ല എന്നിട്ട് ചാടി. ആ മോനിക്ക് ഭയങ്കര വിഷമമായി. കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ സംഭവിക്കണത് എന്താ? ഒരു നായക്കുട്ടിയെ ഈ ആണായ മനുഷ്യൻ പ്രസവിച്ചു. ഒരു നായക്കുട്ടിയെ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അലി ശിബ്ര മല്ലിസി തങ്ങളും ഇത് ഉദ്ധരിക്കുന്നതാണ്. ഒരു നിലക്കും നമുക്ക് അദബുകേടുണ്ടാവാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിന്റെ ഒക്കെ ഒരു അപകടം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെയോ അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളെയോ ഒരു നിലക്കും നമ്മൾ വേദനിപ്പിക്കരുത്. ഉസ്താദുമാരെ നന്നായി ആദരിക്കണം, സൂക്ഷിക്കണം. എപ്പോഴും കൂടെയുണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മൾ എന്തേലുമൊക്കെ അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് കയറി പറയരുത്. മന്നഹാനലി വലിയൻ ഫഖദ് ബാറസിനി ബിൽ മുഹാറബ എന്നല്ലേ ഹദീസ്. എന്റെ ഔലിയാക്കളിൽപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിന്ദിച്ചാൽ ഞാൻ അവരോട് പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുത്തെ സവാജിറിൽ പറയുന്നത് കാണാം, അള്ളാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരാളോട് യുദ്ധം പ്രഖ്യാപിച്ചാൽ
അതിന്റെ അർത്ഥം എന്താ? വഹൽ മുഹാറബത്തുല്ലാഹി വറസൂലിഹി ലഹു ഇല്ലാ കിനായത്തുൻ അൻ ഇബാദിഹി അൻ ബവാത്തിൻ റഹ്മത്തിഹി. അള്ളാഹുവിന്റെ കരുണ ലഭിക്കില്ലെന്നും അയാൾ പരാജയപ്പെടും എന്നല്ലേ അതിന്റെ അർത്ഥം. അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞത് വയുഖ്ഷ അലൈഹി സൂഉൽ ഖാത്തിമ, അവർക്ക് മോശമായ മരണം ഉണ്ടാവും. ആലിമീങ്ങളെ നിന്ദിച്ചാൽ, ഖൈറിന്റെ അഹ്ലുകാരെ നിന്ദിച്ചാൽ, ഇലക്ഷൻ അങ്ങ് കഴിയുമ്പോൾ ഉസ്താദുമാരുടെ ഫ്ലക്സ് വെച്ച് കോലം കെട്ടി കത്തിക്കുന്ന കാലം എന്താ ഇന്നാലില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈമാൻ തെറ്റാൻ വേറെന്തെങ്കിലും പോണോ? ഒരു ആലിമിന്റെ സൗണ്ട് എടുത്ത് കളിയാക്കിയാൽ തന്നെ ഈമാൻ ചിലപ്പോൾ തെറിച്ചു. എന്നിട്ടല്ലേ കോലം കത്തിച്ചാൽ. ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും കൂടുതൽ സങ്കടം. അതുകൊണ്ട് നന്നായി അദബുണ്ടാവണം. ബഹുമാനിക്കേണ്ടവരെ എല്ലാം ബഹുമാനിക്കണം. ഉപദേശിക്കുന്നയാളെ ചിലപ്പോൾ ഉപദേശം നമുക്ക് സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിലും കളിയാക്കരുത്. ബാങ്കിനെ ബഹുമാനിക്കണം, ബാങ്കിനെ സ്നേഹിക്കണം. മുസാഫിനെ ബഹുമാനിക്കണം, മുസാഫിനെ സ്നേഹിക്കണം. കഅബയെ ബഹുമാനിക്കണം, കഅബയെ സ്നേഹിക്കണം. ഇങ്ങനെ അള്ളാഹു ബഹുമാനിക്കാൻ വ്യക്തികളെ, വസ്തുക്കളെ ആരെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ബഹുമാനിക്കുന്നതാണ് ഫഇന്നഹ തഖ്വ. അതാണ് തഖ്വൽ ഖുലൂബ്. ഹൃദയത്തിൽ തഖ്വ ഉണ്ട് എന്നുള്ളതിന്റെ അടയാളം. ആകയാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്ന സന്ദർഭത്തിലും അവിടുത്തെ കേൾക്കുന്ന സന്ദർഭത്തിലും വലിയ ആദരവോടെ ബഹുമാനത്തോടെ ആവണമെങ്കിൽ കൂടുതൽ പഠിക്കണം. പഠിക്കുമ്പോഴാണ് ചരിത്രങ്ങൾ ഓർമ്മ വരുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുമ്പോൾ തന്നെ ബൂസൂരി ഇമാമിന് കരച്ചിൽ വരുന്നത് ബൂസൂരി ഇമാം വലിയ ആലിമായതുകൊണ്ടാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഇൽമ നേടുമ്പോഴാണ് കരച്ചിലും ദുഃഖവും ടെൻഷനൊക്കെ ഉണ്ടാവുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കൂടുതൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത മഹാന്മാരല്ലേ കൂടുതൽ ജീവിതത്തിൽ കരയുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുവത്രേ, ഞാൻ ഏതെങ്കിലും ഒരു മരത്തിന്റെ കൊമ്പായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ജീവി വന്ന് കടിച്ചു തിന്നിട്ട് തീർന്നു പോകുമായിരുന്നു. ആയിഷ ബീവി പറയുവത്രേ, ഞാൻ കുന്തു നസിയം മൻസിയ, ആരും അറിയാത്തവരായിരുന്നുവെങ്കിൽ എന്ന്. ആരും എന്നെ അറിഞ്ഞിരുന്നില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഉമർ തങ്ങൾ വഫാത്താവുമ്പോൾ അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകിയിട്ട് കുറെ ഒഴുകിയിട്ട് കവിൾത്തടത്തിലൂടെ കറുത്ത 2 ചാലുകൾ ഉണ്ടായിരുന്നു എന്ന് അർ-റിഖ്ഖത്തു വൽ ബുകാഇൽ കാണാം. ഖബർ കേൾക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു നീണ്ട താടി മുഴുവനും നനയുന്ന രീതിയിൽ കരയുമായിരുന്നു. രാത്രി മുഴുവനും ഇബാദത്തുകൾ ചെയ്ത് സുബ്ഹിനെ മുകളിലത്തെ റൂമിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ റാബിയത്തുൽ അദവിയ എന്ന മഹദി റളിയല്ലാഹു അൻഹയുടെ മുഖത്തിൽ നിന്ന് വുളുവെടുത്തതുപോലെ വെള്ളം ഇങ്ങനെ ഉറ്റുണ്ടാവും കരഞ്ഞുകൊണ്ട്. രാത്രി മുഴുവൻ ഉറക്കം എന്നിട്ടും അവര് കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് അവസാനം കാഴ്ച പോയി അന്ധനായില്ലേ? സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് അവസാനം കണ്ണീര് തീർന്നിട്ട് രക്തം വരാൻ തുടങ്ങിയില്ലേ? ഇവർക്കാണെങ്കിൽ ദിവസവും ഖത്മുണ്ട്, 300 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ഇവരങ്ങളെ സ്വപ്നം കാണാത്തതിൽ ഇതിലാരും ഒരു മഹാനും കാണാത്തവരില്ല. എന്നിട്ട് പോലും ഇവരെന്തേ കരയുന്നത്? അള്ളാഹുവിനെ കൂടുതൽ അറിയുമ്പോൾ അവർ കരയും. ഇല്ലെങ്കിൽ ചെറിയ ചെറിയ അമലുകളിൽ സുഖിച്ചിരുന്നു പോകും. ഒരു മനുഷ്യനെ ഇബ്ലീസ് പറ്റിച്ചു, അയാൾ നശിച്ചു എന്നുള്ളതിന്റെ 3 അടയാളങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇജാബുൽ മർഇ ബിനഫ്സിഹി. ഞാൻ കുഴപ്പമില്ല, എന്റെ കർമ്മങ്ങളെല്ലാം ഉഷാറാവുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഭയങ്കര സ്വലാത്ത് ഇല്ലുന്നുണ്ട്, ഞാൻ ഇത്ര സ്വലാത്ത് എല്ലിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര ദിക്ർ എല്ലിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ സ്വന്തം തോന്നലാണ്. ആ തോന്നൽ എപ്പോഴാണോ വരുന്നത് അപ്പോൾ നമ്മൾ നശിച്ചു തുടങ്ങി എന്നാണ് അർത്ഥം. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്ത്. അത് അവരവർക്ക് തോന്നും. മുത്തഅല്ലിമീങ്ങളെ ഇൽമിന്റെ മേഖലയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ലോകത്ത് ഇബ്ലീസ് എത്തിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, മോമിനീങ്ങളെ, നമ്മൾ ഒരിക്കലും നന്നായി എന്ന് നമുക്ക് തോന്നാൻ പാടില്ല. ഫഇന്ന അമ്മാറത്തി ബിസ്സൂഇ മത്തഅവത്. നമ്മുടെ നഫ്സ് അങ്ങനെ മോശം ചിന്താഗതി. ഇജാബുൽ മർഅ് വന്നാൽ, ഒരാൾക്ക് സ്വന്തം കുഴപ്പമില്ലാതെ തോന്നിയാൽ ഇബ്ലീസ് പോകുമത്രേ അയാളിൽ നിന്ന്. അപ്പൊ ശൈത്വാന്മാര് ചോദിക്കും, നിങ്ങളെന്തേ ഉപ്പ അവരെ പഴപ്പിക്കണില്ലേ? ഓന്റെ പരം കൂടിയ ഞാൻ ചിലപ്പം പഴച്ചു പോകാൻ സാധ്യത ഉണ്ട്. അത്രക്കും വലിയ ഇബ്ലീസ് അവനായി മാറി. റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. അദബ് വേണം, ഇൽമ് വേണം, തഖ്വ വേണം. അള്ളാഹു നമുക്ക് അതെല്ലാം അവന്റെ ഔദാര്യം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത് മുൻനിർത്തി നമുക്ക് ചോദിക്കാം. അള്ളാഹു നൽകുമാറാവട്ടെ. അദബുകേട് ജീവിതത്തിൽ ഒരുപാട് വരുന്നവരാണ്, വന്നുകൊണ്ടിരിക്കുന്നവരാണ്. അറിവില്ലായ്മ കൊണ്ട് വന്നതെല്ലാം നിന്റെ മഹ്ളു ഫള് കൊണ്ട് പുറത്തു തരണേ റഹ്മാനെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാനോ കേൾക്കാനോ ഒട്ടും അർഹത നമ്മുടെ നാവിനോ ചെവിക്കോ ഇല്ല. എല്ലാം നീ പുറത്തു തന്ന് ഒരു ചെറിയ യസീറായ അമലുകളായി ഇതിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ കൂടുതൽ പഠിച്ച് അവിടുത്തെ കൂടുതൽ അറിഞ്ഞുകൊണ്ട് അവിടുത്തെ കിനാവിലും ഉറക്കിലും ഉണർച്ചയിലും എല്ലാം കണ്ട് അവസാനം ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് പോകാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഖബറിലെത്തിയിട്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇതെന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് സ്ഫുടമായ ഭാഷയിൽ പറയാൻ നമുക്കേവർക്കും ഈ സദസ്സ് ഒരു കാരണമാക്കണേ റഹ്മാനെ. ഉമ്മത്ത് നടത്തുന്ന മജ്ലിസുകളൊക്കെ കാണുന്നുണ്ടോ നബിയെ എന്ന് മഹാന്മാര് സ്വപ്നത്തിൽ ചോദിച്ചപ്പോൾ കാണുന്നുണ്ട്, സന്തോഷിക്കുകയാണ് അവിടത്തേക്ക്. അള്ളാഹു അവിടത്തേക്ക് സന്തോഷമുള്ള മജ്ലിസായി നമ്മുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.